എത്ര ബോൾഡ് ആയിരുന്നു ഞാൻ. ഇപ്പോഴും അങ്ങനെ തന്നെയാ. പക്ഷെ അവനുമായിട്ട് സംസാരിച്ചില്ലെങ്കിൽ ആകെ ഒരു മരവിപ്പ. ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നെ പ്രതീക്ഷയില്ലല്ലേ? പിറന്നാളായിട്ട് എന്നെയാണോ കണിയേണ്ടത്? അതെ, വീട്ടിലുള്ളവരെ കണ്ടിരുന്നു. പുറത്തുനിന്ന് നവീനേട്ടനെ തന്നെ കണ്ടേ. അല്ല, എന്താ ഒരു കവറൊക്കെ ആയിട്ട്? ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ്. ഇത് സാരിയാണോ അതോ ഷർട്ടും പാന്റും ആണോ? സാരിയാ. പിന്നെ 10 മണിയാവുമല്ലോ മൂർത്തീസ് ജ്വല്ലറി തുറക്കാൻ. അതുകൊണ്ട് എന്റെ മറ്റൊരു സുഹൃത്തിന്റെ ജ്വല്ലറി തുറപ്പിച്ച് ചെറിയൊരു റിങ്ങും കൂടെ വാങ്ങി. അയ്യോ, എന്തിനാ നവീനേട്ട ഇത്രയും പൈസ ഒക്കെ ചെലവാക്കിയത്? അതും സ്വർണത്തിന് ഇത്രയും തീ പിടിച്ച വിലയുള്ള സമയത്ത്. ഇഷ്ടമുള്ളവരുടെ ബർത്ത്ഡേ വരുമ്പോ അവർക്ക് ഇതുപോലുള്ള ഗിഫ്റ്റ് കൊടുക്കുന്നത് ഒരു സന്തോഷമല്ലേ? ഇഷ്ടപ്പെട്ടോ? ഗിഫ്റ്റ് അല്ലേ, അത് പിന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ? ഇത് പാകോളം നോക്ക്, ടൈറ്റ് ആണോ? ഒരർത്ഥത്തിൽ ഇത് റിംഗ് എക്സ്ചേഞ്ച് തന്നെയാ. എന്നാലും ഇത്രയൊന്നും വേണ്ടായിരുന്നു നവീനേട്ടാ. നീ സാരി എങ്ങനെ യൂസ് ചെയ്യില്ലെന്നറിയാം. അത് അമ്പലത്തിൽ പോകാനോ വിശേഷ ദിവസങ്ങളിൽ മാത്രമല്ലേ എടുക്കാറുള്ളൂ. അതുകൊണ്ടാ ഒരു റിംഗും കൂടെ വാങ്ങാന്ന് കരുതിയത്. എന്തായാലും ഇന്നലെ അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ആ പയ്യന്മാർക്ക് വേണ്ടി ഞാൻ ജാമ്യം എടുക്കാൻ സ്റ്റേഷനിൽ വന്നതൊക്കെ ഒരു നിമിത്തമായിട്ട് എനിക്ക് തോന്നുക. അതുകൊണ്ടാണല്ലോ നിന്റെ ബർത്ത്ഡേ ആണെന്ന് ഞാൻ അറിഞ്ഞത്. എന്നാലും ആ അനി പോലും ഇതേ പറ്റി ഒന്നും പറഞ്ഞില്ല. അവനോട് നീ ബർത്ത്ഡേ പറഞ്ഞില്ലായിരുന്നോ? എപ്പോഴും പറഞ്ഞു തോന്നുന്നു. ഇതൊക്കെ എല്ലാവരും അറിയിക്കേണ്ടേ തോന്നുന്നു. എങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്നത്തെ ദിവസം അടിപൊളിയാക്കില്ലായിരുന്നോ? സാരമില്ല, ഇനിയും സമയമുണ്ടല്ലോ. അയ്യോ, അതൊന്നും വേണ്ട നവീനേട്ടാ. ഇന്നാണെങ്കിൽ എനിക്ക് ഡ്യൂട്ടിക്ക് കൂടി പോകേണ്ട ദിവസാ. നീ ഇങ്ങനെ ജോലിയെ ശർമ്മം പറഞ്ഞ് നടക്കല്ലേ. നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണം. നിങ്ങളെ വക്കീലന്മാർ അതൊക്കെ പറയും. അതുപോലെ അല്ലല്ലോ ഞങ്ങളുടെ കാര്യം. നിങ്ങൾക്ക് എന്താ അവധി എടുക്കാൻ പറ്റില്ലേ? പ്രത്യേകിച്ച് ഒരു വനിതാ എസ്ഐക്ക്. മനപ്പുറം എന്തിനാ വെറുതെ അവധി എടുക്കുന്നത്? അതിനുള്ള കാരണമൊക്കെ വരുമല്ലേ. ഇനി ഒരു 6-7 മാസം കൂടി കഴിഞ്ഞാൽ 9H ഡെലിവറി നടക്കും. ആ സമയത്തൊക്കെ എന്തായാലും ഒരുപാട് ലീവ് എടുക്കേണ്ടി വരുമല്ലോ. പിന്നെ 1 മാസത്തെ ലീവ് എടുക്കേണ്ടി വരും. എപ്പോഴാണെന്ന് അറിയോ? നിന്റെ കല്യാണത്തിന്. അവിടെ പിന്നെ കല്യാണവും ഹണിമൂൺ ട്രിപ്പ് ഒക്കെ വേണ്ടേ? അതേ പറ്റിയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. മോൻ വന്നായിരുന്നോ? എന്റെ പിറന്നാളായിട്ട് വെറുങ്കയോടെ നല്ല നവീനേട്ടം വന്നത്. എനിക്ക് സാരി മാത്രമല്ല ഒരു സ്വർണ്ണ മോതിരവും ഗിഫ്റ്റായിട്ട് തന്നു. ആഹാ, നോക്കണേ. കൊള്ളാല്ലേ മോനെ? എന്തിനാ ഇത്ര വിലപിടിപ്പുള്ള സാധനമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്? ഞാനൊരു വക്കീലും ഇവളൊരു എസ്ഐയുവാ. ഞങ്ങൾ വക്കീലമാർക്ക് പോലീസുകാരുടെ സഹായം വേണ്ടി വരും. തിരിച്ചു ഇപ്പൊ പക്ഷെ നന്ദു എന്നെ എന്തിനും ഇതിന് സഹായിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആക്സിഡന്റ് ഉണ്ടാക്കിയ എന്റെ കക്ഷികൾക്ക് ഇവളാ ജാമ്യം കൊടുത്തത്. ആ സമയത്താ ഇവളുടെ ബർത്ത്ഡേ ആണെന്ന് ഞാൻ അറിയുന്നത്. പിന്നെ രാത്രിയിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കേക്ക് മുറിച്ചു. സ്റ്റേഷനിൽ വെച്ചോ? അതെ, അവിടെ പോലീസുകാരെല്ലാം കൂടി കേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ചടങ്ങിലും പങ്കെടുക്കാൻ പറ്റി. പിന്നെ രാവിലെ കോടതിയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇവളെ കണ്ടൊരു ഗിഫ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ചു. ഇത്രയും വലിയ പൈസ കൊടുത്ത് സ്വർണ്ണമോതിരൊന്നും വാങ്ങണ്ടായിരുന്നു. അതന്നെ ഞാനും പറഞ്ഞത്. അങ്ങളെ, എനിക്ക് ഇതുപോലെ ഗിഫ്റ്റ് കൊടുക്കാനും ബർത്ത്ഡേ ആഘോഷിക്കാനൊന്നും അധികാരമില്ല. ഇവളാണെങ്കിൽ കൈക്കൂലി വാങ്ങിക്കാത്ത പോലീസുകാരി ആയതുകൊണ്ട് ഏതെങ്കിലും കേസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പൈസ കൊടുത്താലും ഇവള് വാങ്ങാറില്ല. പിന്നെ ആ കടം ഇങ്ങനെയെങ്കിലും വീട്ടണ്ടേ. അപ്പൊ ഇത് കൈക്കൂലിയാണല്ലേ? കൈക്കൂലിയല്ല, ഒരു സ്നേഹസമ്മാനം. നീ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കുള്ള സ്നേഹസമ്മാനം. ഇവിടെ പിറന്നാളായിട്ട് പായസം വഴിപാടൊക്കെ നടത്തിയിട്ടുണ്ട്. വേറെ ആരും ഇങ്ങോട്ട് വരാനില്ല. എല്ലാ വർഷവും ഇവളുടെ ചേച്ചിമാർ ഇവളെ കാണാൻ വരുന്നതാ. ഇത്തവണ അതുണ്ടായില്ല. മോൻ അകത്ത് കയറിയിരിക്കെ, ഞാൻ ഈ പായസം ഗ്ലാസ്സിലാക്കി കൊണ്ടുവരാം. മോക്ക് പ്രസാദം തരാം. മോനെ പോലെ ഒരു വക്കീല് അവൾക്ക് കൂട്ടായിട്ട് നല്ലതാ. എപ്പോഴാ കേസും വഴക്കുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ അവളുടെ സ്വഭാവം സകല ഗുണ്ടകളെയും നാട്ടുപ്രമാണിമാരെയും പിണക്കി വെച്ചിരിക്കുക. അവരെ വെല്ലുവിളിച്ചോണ്ട് അവരുടെ മടയിലോട്ട് നെഞ്ചു മിരിച്ച് ചെല്ലായിരുന്നാ മതി. നന്ദുവിന് അങ്ങനെ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊന്നും നേരിട്ട് കീഴ്പ്പെടുത്താൻ പറ്റില്ല. പക്ഷെ ചതി ഏത് വഴിയാ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ മോന്റെ കല്യാണാലോചന എവിടം വരെ എത്തി? അതിങ്ങനെ പെൻഡിങ്ങില്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ അമ്മയ്ക്കും അമ്മ പറയുന്ന പെൺകുട്ടിയെ എനിക്കും ഇഷ്ടപ്പെടില്ല. അതാണ് ഇപ്പൊ വീട്ടിലെ പ്രധാന ചർച്ചയും വഴക്കും. നീ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ആദർശനെ വിളിച്ച് ചോദിക്കണം. നിന്നെ അവൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടല്ലോ. വിളിക്കുന്നുണ്ട്. എല്ലാ ദിവസം ബിസിനസിനെ പറ്റി അന്വേഷിക്കാറുണ്ട്. എനിക്ക് വേണ്ട ഉപദേശങ്ങളും തരുന്നുണ്ട്. ഇപ്പോ അച്ഛനും വലിയച്ഛനൊക്കെ പറയുന്നുണ്ടല്ലോ ആദർശേട്ടന്റെ ഉപദേശങ്ങൾ കേൾക്കണമെന്ന്. എന്നാ പിന്നെ ആദർശേട്ടനെ തന്നെ ആ കസര ഇരുത്തിയാ പോരെ? എന്തിനാ വെറുതെ എന്നെ ഇത്ര വലിയ ഭാരമൊക്കെ ഏൽപ്പിക്കുന്നത്? എടാ, കാര്യങ്ങൾക്ക് ഒരു അടുക്കും ചിട്ട ഉണ്ടാവുന്നവരെ അച്ഛൻ പറഞ്ഞ പോലെ എല്ലാം നടക്കണം. MD ആയ ശേഷം എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഇവന്റെ അടുത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ അമ്മയായതുകൊണ്ട് തല്ലുന്നില്ലെന്നേ ഉള്ളൂ. ചില നേരത്തെ ചീറിക്കൊണ്ടാ വരുന്നത്. നിന്റെ സംസാരം കേട്ടാലേ ആർക്കായാലും തല്ലാൻ തോന്നും. അഭിയൊഴികെ ഈ വീട്ടിലെ ആണുങ്ങൾ ആരും തന്നെ കുഴപ്പക്കാരില്ല. ആരും അവരവരുടെ നേട്ടത്തിനായി ഒന്നും ചെയ്യാറില്ല. സ്വന്തം കുടുംബത്തിന്റെയും കമ്പനിയുടെയും ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രമേ എന്തെങ്കിലും പറയൂ, പ്രവർത്തിക്കൂ. അത് ഇവനും അങ്ങനെ തന്നെയാണ്. നീ എന്താ അവനെ കഴിക്കത്തെ? എനിക്കെന്തോ വിശപ്പ് തോന്നുന്നില്ല. ഇന്നലെ രാത്രി കഴിച്ച ഫുഡ് എന്തോ ശരിയായില്ലെന്ന് തോന്നുന്നു. ഇന്നലെ ഒരുപാട് വൈകിയാണല്ലോ നീ വന്നത്. ഫുഡ് പുറത്തുനിന്ന് കഴിച്ചത്. ഇതിനു മുൻപ് പുറത്തുനിന്നുള്ള ഫുഡിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ മിക്ക ദിവസവും അങ്ങനെ തന്നെയാ. അതുപോലാണല്ലോ ഇപ്പോഴത്തെ ജോലിയുടെ സ്വഭാവം. 10 മണി കഴിഞ്ഞാലും തിരക്കൊഴിയുന്നില്ല. എനിക്ക് മതി. ഇവന്റെ ഈ പോക്ക് എങ്ങോട്ടാ ചേട്ടൻ? ഇനി എങ്ങോട്ടായാലും ശരി, ജയേട്ടനും അജേട്ടനും കൂടെ അവനെ നിയന്ത്രിക്കണം. അവനും കൂടെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ആരെങ്കിലും MD കസേര വരും. അതാ ഇവളുടെ ഭയം. എന്താ അങ്ങനെ ഒരു ഭയം നിങ്ങൾക്ക് രണ്ടാൾക്കും ഇല്ലേ? പുറത്തുനിന്ന് ഒരാൾ വരുന്നതിനോട് ഇവിടെ ആർക്കും യോജിപ്പില്ല, അച്ഛന് പോലും. പിന്നെ ഇപ്പൊ ജ്വല്ലറി മേഖലയിൽ തിളങ്ങി നിൽക്കുന്നവരാ AN ജ്വല്ലറി. എന്തായാലും കഴിഞ്ഞ തവണത്തെ പോലെ മൂർത്തീസ് ജ്വല്ലറിക്ക് ഇത്തവണ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് ആരും ചിന്തിക്കുന്നില്ല. പക്ഷേ ഒരു വൻ ഇടിവുണ്ടായില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൻ പരമാവധി വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവനെ മറ്റെന്തോ അലട്ടുന്നുണ്ടെന്നാ തോന്നുന്നത്. അവന് നന്ദുവായിട്ട് എന്തെങ്കിലും അടുപ്പുണ്ടോന്ന് അറിയില്ല. അമ്മ ഇനിയിപ്പോ അതിനെപ്പറ്റി ചർച്ച ചെയ്യും. രാവിലെ എനിക്കൊരു കോൾ വന്നപ്പോ പോലും അത് നന്ദുവാണെന്ന് ചോദിക്കായിരുന്നില്ലേ അമ്മയും അവളിപ്പോ അവിടെ ജോലി തിരക്കില്ല. എന്റെ പിന്നാലെ ചുറ്റിത്തിരിയാനും പ്രേമിക്കാനൊന്നും അവൾക്ക് സമയമില്ല. കിട്ടേണ്ട മറുപടി തന്നെ കിട്ടിയല്ലോ. അവൻ ഇതിനുമുമ്പ് ഇതുപോലെ ഒരുപാട് ചൂടായതല്ല ചേട്ടാ. എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് എല്ലാവർക്കും അറിയാലോ. അവന്റെ മനസ്സിൽ അവളില്ലെങ്കിൽ
പിന്നെന്താ നല്ല നല്ല ആലോചനകൾ വരുമ്പോ അതൊക്കെ വേണ്ടെന്ന് അവൻ പറയുന്നത്. അവനിപ്പോ ഒരു വിവാഹം കഴിക്കാനുള്ള മൂഡിലല്ല. അല്ലെങ്കിൽ തന്നെ അനാമികയുമായിട്ടുള്ള ബന്ധം ഇതുവരെ പിരിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞാലല്ലേ അടുത്ത വിവാഹത്തെ പറ്റി ചിന്തിക്കാൻ പറ്റൂ. എങ്കിലും ആലോചിച്ച് വെക്കാലോ ചേട്ടാ. ഇപ്പൊ അവനോട് അതേപ്പറ്റി ഒന്നും പറയാത്ത നല്ലത്. ഏട്ടൻ പറഞ്ഞ പോലെ വിവാഹത്തെ പറ്റി ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല അവനിപ്പോ. ആദ്യം നമ്മുടെ ബിസിനസ് ഒന്ന് നന്നാവട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് വിവാഹത്തെ പറ്റി ആലോചിക്കാം. ഇന്നെനിക്ക് സമ്മാനമൊക്കെ ആയിട്ട് വന്നതല്ലേ. ഉച്ചയ്ക്ക് അമ്മ സദ്യ ഒരുക്കുന്നുണ്ട്. ആ സമയത്ത് നവീനേട്ടൻ വരുമോ? അതെന്തൊരു ചോദ്യം നന്ദു. ഞാൻ തീർച്ചയായിട്ടും വരും. നമുക്ക് അനിയെ കൂടെ വിളിച്ചാലോ? അത് വേണ്ട, ആരെയും വിളിക്കണ്ട. അപ്പോ ഫ്രണ്ട്സിനെ ആരെയും വിളിക്കുന്നില്ലേ? ആരെയും വിളിക്കാതൊന്നും ഇരുന്നിട്ടില്ല. നവീനേട്ടനെ വിളിച്ചില്ലേ? പെട്ടെന്ന് പോകാന്ന് പറഞ്ഞാ വന്നത്. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ഇനി സദ്യയും കഴിക്കാൻ പറഞ്ഞു. തിരക്കില്ലെങ്കിൽ വന്നാ നന്നായിരിക്കും. ഞാൻ വാക്ക് പറഞ്ഞാ വന്നിരിക്കും. പക്ഷേ നന്ദു ഇനി മറ്റേതെങ്കിലും തിരക്കിൽപ്പെട്ട് വരാതിരുന്നാലോ? എന്ത് തിരക്കുണ്ടെങ്കിലും ഉച്ചയ്ക്ക് സദ്യ കഴിക്കാൻ ഞാൻ ഇവിടെ എത്തിയിരിക്കും. അതെ, എന്റെ ബർത്ത്ഡേ സദ്യയുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ. നവീനേട്ടൻ എപ്പോഴാ ഞങ്ങൾക്കൊരു സദ്യ തരുന്നേ? എന്റെ കല്യാണം എപ്പോഴാണെന്നല്ലേ ചോദിച്ചു വരുന്നത്? അതിനെ എന്തിനാ നീട്ടി വെക്കുന്നേ? എത്രയും പെട്ടെന്ന് അങ്ങ് നടത്തിക്കൂടെ? നടത്താം, പക്ഷേ അതിന് പെൺകുട്ടി കൂടി സമ്മതിക്കണ്ടേ? അപ്പൊ പെൺകുട്ടി ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ലേ? ഇടയ്ക്ക് ചോദിച്ചപ്പോ അതേപ്പറ്റി ഞാൻ നന്ദുവിനോട് പറഞ്ഞിരുന്നല്ലോ. അറിഞ്ഞിട്ടില്ലാന്ന്. എന്റെ വീട്ടുകാരോട് ഞാൻ പെൺകുട്ടിയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ആ പെൺകുട്ടിയെ പറ്റി പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സിനോട് പറഞ്ഞാലെന്താ? ഇതിപ്പോ അനിയോട് പോലും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അനിയോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവത്തില്ല. അവനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓ, അത് ശരി. എന്നിട്ട് അവൻ എന്നെ പോലെ ഒരു വനിതാ പോലീസ് ഓഫീസറാണെന്നല്ലാതെ അതാരാണെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അവനോട് ഞാൻ എന്റെ മനസ്സിലുള്ള പെൺകുട്ടിയെ പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല, പലതവണ അവളെ പോയി കാണണമെന്നും അവളോട് എന്റെ ഇഷ്ടം പറയണമെന്നും പറഞ്ഞിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും അവനത് ചെയ്തിട്ടില്ല. അതെന്താ അങ്ങനെ? അവൻ അങ്ങനെ ഒരു ടൈപ്പ് അല്ലല്ലോ. അവൻ നവീനേട്ടന് വേണ്ടി എന്തും ചെയ്യുന്ന ആളാണല്ലോ. പക്ഷെ ഇവിടെ അവൻ എന്നെ സഹായിക്കാത്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നാ പിന്നെ എന്നോട് പറ, ആരാ പെൺകുട്ടി? ഇനിയിപ്പോ പറയാതിരിക്കുന്നതിൽ അർത്ഥമില്ല. എന്റെ മുന്നിലിരിക്കുന്ന ആള് തന്നെയാ ആ പെൺകുട്ടി. എന്താ ഞെട്ടിപ്പോയോ? ഞാൻ ഇഷ്ടപ്പെടുന്ന ആ പോലീസ് ഓഫീസർ നന്ദുവാണ്. ഇനി പറയാതിരുന്ന എനിക്ക് ശ്വാസം മുട്ടും. അതുകൊണ്ടാ തുറന്നു പറഞ്ഞത്. ബാക്കിയൊക്കെ നന്ദു തീരുമാനിക്കും. മോനെ, മോനിത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണോ? മോന്റെ അമ്മ ഒരിക്കലും ഒരു പോലീസ് ഓഫീസറെ മരുമകളാക്കില്ലല്ലോ. അമ്മയ്ക്ക് വെച്ചിന് സമ്മതമാണെങ്കിൽ നിങ്ങളെ മോളെ കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ തയ്യാറാണ്. എന്റെ അമ്മയും മുത്തശ്ശനൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ആദ്യം നന്ദുവിന്റെയും പിന്നെ അവളുടെ അച്ഛനമ്മയുടെയും സമ്മതമാണ് എനിക്ക് വേണ്ടത്. ഗോവിന്ദേട്ടാ, ഞങ്ങൾക്കിനി ഒന്നും ആലോചിക്കാനില്ല മോനെ. ഞങ്ങൾക്ക് സമ്മതം. 100 വട്ടം സമ്മതം. 100 വട്ടം സമ്മതം. 100 വട്ടം സമ്മതം. 100 വട്ടം സമ്മതം. എന്താണോ താൻ കാണിക്കുന്നത്? എന്താ ആലോചിച്ചാ വണ്ടി ഓടിക്കുന്നത്? ഞാൻ ശ്രദ്ധിച്ചാണ് വണ്ടി ഓടിച്ചത്. എന്ത് സ്പീഡിലാ താൻ വന്നത്? ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊന്നും അല്ല സംഭവിക്കേണ്ടിരുന്നത്. ഞങ്ങളെല്ലാം കണ്ടതാ. അതുകൊണ്ട് സീനുണ്ടാക്കാതെ പോകാൻ നോക്ക്. ഭാഗ്യത്തിന് കഴിക്കാതിരുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ അയാൾ റോഡിൽ നിന്ന് കോരിക്കൊണ്ട് പോകേണ്ടി വന്നെ. എന്നിട്ട് അവൻ എന്നെ പഠിപ്പിക്കാൻ വരുന്നു. ഇത് പബ്ലിക് റോഡാണ്. ഏത് നേരം വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും. ആ നേരത്തെ റോഡിൽ കണ്ണു വേണം. അതെങ്ങനെ? ഓരോന്ന് മൊബൈൽ നോക്കിയല്ലേ വണ്ടി ഓടിക്കുന്നത്. താൻ പോവാൻ നോക്ക്. വേറെ ഒന്നും സംഭവിച്ചില്ല. വാടാ. ഇത് മോള് കഴിക്കും. അമ്മ കഴിച്ചു. അമ്മയുടെ വയറ്റിലല്ലേ കുഞ്ഞാവയുള്ളത്? മോളെ, അത് കുഞ്ഞാവയല്ലേ, അതുകൊണ്ട് ഭാവിക്ക് കുറച്ച് ഭക്ഷണം മതി. ഒരുപാട് ദിവസമായില്ലേ മോക്ക് അമ്മ എന്തെങ്കിലും വാരി തന്നിട്ട്? ഇത് കഴിക്കും. കാല് വയ്യെങ്കിലും അമ്മ അടുക്കള വന്ന് സഹായിച്ചിരുന്നു മോളെ. അച്ചാറൊക്കെ അമ്മയുടെ വകയാ. ഇങ്ങോട്ട് മാറിയെന്നേ ഉള്ളൂ. അച്ചാറും ചമ്മന്തിപ്പൊടിയൊക്കെ അവിടുന്ന് കൊണ്ടുവരുന്നത്. അതിനെന്താ കുഴപ്പം? അങ്ങനെയല്ലേ വേണ്ടത്. എന്തായാലും രണ്ടുപേരും വീട് വിട്ട് ഇങ്ങോട്ട് പോന്നു. എനിക്കാണെങ്കിൽ കൂടെ വന്ന് നിൽക്കാനും പറ്റുന്നില്ല. പിന്നെ ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ മോളെ? ദേ അമ്മ വിളിക്കുന്നു. അമ്മേ, ഭക്ഷണം കഴിച്ചോ? കഴിച്ചോണ്ടിരിക്കമ്മേ. ഞാൻ മോക്ക് കൊടുക്കാം. ദാ മോളെ. മുത്തശ്ശി, മോളെ എരിവും പുളിയും ഒക്കെ കുറച്ചല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. സമയത്തെല്ലാം കഴിക്കണേ. എന്തെങ്കിലും കൊതിയുണ്ടെങ്കിൽ അത് പറയണേ മോളെ. അതൊക്കെ ഞാൻ പറയൂല്ലോ മുത്തശ്ശി. നീ എന്ന് മുത്തശ്ശി അവിടുന്ന് വന്നേ പിന്നെ ആഹാരം കഴിപ്പൊക്കെ കുറവാണ് കേട്ടോ. പുറത്തോട്ട് വരണ്ടെന്ന് പറഞ്ഞാലും ഏത് നേരം എന്റെ കൂടെ ചുറ്റിക്കൊണ്ടിരിക്കുക. അതൊക്കെ നീ അല്ലേടാ മോനെ വിലക്കേണ്ടത്. എന്നിട്ട് എന്നോട് വരാതെ പറയാണോ? മോളുടെ കൊടുത്തേ. കൊടുക്കാം. അതെ മുത്തശ്ശി, ചുമ്മാതെ കേട്ടോ. എനിക്ക് മോളുടെ സ്വഭാവം അറിയില്ലേ. അവന് ഒരുപാട് അലച്ചിലുണ്ടാവും. മോൾ എപ്പോഴും ശരീരത്തിന് റെസ്റ്റ് കൊടുക്കണം കേട്ടോ. ശരി, ഞാൻ ഇടയ്ക്ക് വന്നോളാം. എന്തെങ്കിലും വേണമെങ്കിൽ പറയാൻ പഠിക്കല്ലേ? പറയാം മുത്തശ്ശി. എന്നാ കഴിച്ചോണ്ടിരിക്കല്ലേ, ഞാൻ രാത്രി വിളിക്കാം. ശരി മുത്തശ്ശി. എന്താ മോള് പറഞ്ഞത്? എവിടെ കൊണ്ടുപോയതെല്ലാം മോക്ക് ഇഷ്ടപ്പെട്ടോ? ആഹാ, അറിയാൻ അത്രയ്ക്ക് ആകാംക്ഷ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിളിച്ചൂടെ? കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചോണ്ട് ഇങ്ങനെ സംസാരിക്കല്ലേ വസന്തരെ? അവരുടെ കാര്യങ്ങൾ അറിയാൻ ഇപ്പൊ മറ്റാരേക്കാളും ആകാംക്ഷ ഇദ്ദേഹത്തിന്. അവരോട് എനിക്ക് പിണക്കൊന്നുമില്ലല്ലോ. പിന്നെ എനിക്ക് അമ്മയാവാൻ പോകുന്ന മരുമകളുടെ കാര്യം അറിയാൻ ആകാംക്ഷ കാണില്ലേ? അവരെ ആഹാരം കഴിച്ചോണ്ടിരിക്കുക. ഇവിടുന്ന് പോയ ശേഷം നയനമോള് ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ലെന്നാ ആദർശമൻ പറയുന്നേ. ഒരു കാര്യം ഞാൻ പറയാം. താൻ ഒരു ദിവസം 4 തവണയെങ്കിലും മോളെ വിളിക്കണം. എന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ മാത്രമേ ആഹാരം കഴിക്കണം എന്നുള്ള ബോധം ആ കുട്ടിക്കുണ്ടാവൂ. വയറ്റിലൊരു കുഞ്ഞുണ്ട്. എങ്കിലും ചില നേരത്തെ അമ്മമാര് അതേപറ്റി മറന്നു. അങ്ങനെ മറക്കുന്ന കൂട്ടത്തിലല്ല നയനമോള്. എന്നിട്ടിപ്പോ ആദർശ് പരാതി പറഞ്ഞതോ? അതെ, ഞാൻ തന്ന നമ്പറിലേക്ക് താൻ വിളിച്ചായിരുന്നു. ആ പലഹാരം ഉണ്ടാക്കുന്ന സ്ത്രീയെ ഇടയ്ക്ക് വിളിച്ചപ്പോ കിട്ടിയില്ല. ഒന്ന് വിളിച്ചപ്പോ കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടെ വിളിച്ചൂടെ? അവരെന്തുണ്ടാക്കിയാലും ഒരു പ്രത്യേക ടേസ്റ്റാ. അവരെത്രയും പെട്ടെന്ന് ഇവിടെ വിളിച്ചു വരുത്തണം. എന്നിട്ട് മോക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഇനി ദേവയാനി പോകുമ്പോ താനും കൂടെ പോയിട്ട് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുക്കണം. എന്നിട്ട് ഞാൻ പറയാം, മോളുടെ കാര്യത്തിലും ആദർശിന്റെ കാര്യത്തിലും ഇദ്ദേഹത്തിന് ആദ്യം. എനിക്ക് പേടിയുണ്ട് താൻ അങ്ങനെയൊക്കെ പോയി പറയുന്നു. അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആ സമയത്ത് എന്നെ വെറുതെ ഒറ്റിക്കൊടുക്കരുത്. വൈകുന്നേരം അമ്പലത്തിൽ വിളിച്ച് നാളെ രാവിലെ രണ്ടുപേരുടെയും പേരിൽ ഓരോ ഗണപതി ഹോമം നടത്താൻ പറയണം. ദൈവത്തിന്റെ പിന്തുണ ഇപ്പോ ആദർശനും എനിക്ക് വേണ്ട സമയം. താൻ എന്തിനെങ്ങനെ ചിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല സർ, നമുക്ക് സെയിൽ കുറവായതുകൊണ്ട് ഇത്തവണ വിഷുവിന് കുറച്ചുകൂടി പ്രൊമോഷൻ കൊടുക്കണമെന്നാ മാർക്കറ്റിംഗ് പറയുന്നത്. കൊടുത്തൂടെ?
അതൊക്കെ ഇതിന് എന്നോട് ചോദിക്കുന്നേ അല്ല എം ഡിയോട് ചോദിച്ചിട്ടാ സാധാരണ ചെയ്യുന്നത്. അതിന് എം ഡി ഞാനല്ല, ഞാനേ താൽക്കാലിക എം ഡിയാ. പരസ്യത്തിന്റെ കാര്യങ്ങളൊക്കെ താൻ ആദർശനോട് ചോദിച്ചു നോക്ക്. അത് പിന്നെ മൂർത്തി സാർ പറഞ്ഞിരിക്കുന്നത് ഇനിയൊരു കാര്യങ്ങളും ആദർശ് സാറിനോട് ചോദിക്കണ്ടെന്നാ. ഇപ്പൊ എന്റെ മൂഡ് ശരിയല്ല, അതുകൊണ്ട് എനിക്കൊരു വ്യക്തമായിട്ടുള്ള അഭിപ്രായം പറയാൻ പറ്റുന്നില്ല. എന്നെക്കാളും തനിക്കൊക്കെ പരിചയസമ്പത്തുണ്ടല്ലോ, അല്ലെങ്കിൽ എന്റെ അച്ഛനും വല്യച്ഛനൊക്കെ അടുത്തുള്ള ഷോറൂമുകളിലുണ്ടല്ലോ, അവരോട് വിളിച്ചു ചോദിക്കും. സാറിന്റെ ടെൻഷൻ മാറിയിട്ട് ഞാൻ വരാം. ശരി സാർ. ഹലോ. ആ സാർ. ആര് വന്നാലും അകത്തേക്ക് കടത്തിവിടണ്ട. ഏത് ദൈവം തമ്പുരാൻ വന്നാലും ഞാൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞേക്ക്. ശരി സാർ. ഇന്നലെ രാത്രി ഞാൻ അനുഭവിച്ച ടെൻഷൻ എനിക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല.